5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ തെഹൽക്ക മാത്യു സാമുവൽ മുങ്ങി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അദ്ദേഹം ഒളിവിലാണ് എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടൊക്കെ സീസ് ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് പുള്ളി ഒരാഴ്ച മുമ്പേ തള്ളിയത്? കഴിഞ്ഞ 4-5 ദിവസം മുമ്പേ ഒരു ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ 7 മിഗ് വിമാനങ്ങളിലെ ഇന്ത്യയുടെ വിമാനങ്ങളെ പാകിസ്ഥാൻ അടിച്ചിട്ടു. അദ്ദേഹത്തിന് ഈ കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും ഉള്ള ആളുകൾ വളരെ രഹസ്യമായി ഇദ്ദേഹത്തിന് ഡൽഹി ബന്ധമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞു രാത്രി, സാമുവലെ ഉറങ്ങിയാ? ഇല്ല. അയ്യോ, അറിഞ്ഞില്ലേ സാമുവലെ, നമ്മളുടെ 7 മിഗ് വിമാനങ്ങളെ പാകിസ്ഥാൻ അടിച്ചിട്ടോളഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ സാമുവൽ എന്തൊക്കെ ചെറിയ ഉപദേശം കൊടുത്തു എന്നാ പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്കത് യൂട്യൂബിൽ കൊടുക്കാം. യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ചാനലിലൊക്കെ വന്ന് ഡിജിറ്റൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ പേടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ ഉടായിപ്പുകൾ നടത്തി. ഈ വീഡിയോ കണ്ടുകൊണ്ട് മുതിർന്ന പല സീനിയർ സിറ്റിസന്മാരും എന്നെ വിളിച്ചു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉള്ള ആളല്ലേ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ 7 മിഗ് വിമാനങ്ങളെ അടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ സിസ്റ്റത്തിൽ കയറി നോക്കിയപ്പം നമ്മുടെ മാത്യു ചേട്ടൻ ഇരുന്ന്, സാമുവൽ ചേട്ടൻ ഇരുന്ന് തള്ളി മറിക്കുകയാണ്. അദ്ദേഹത്തിന് തെഹൽക്ക അന്വേഷണം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഇതെല്ലാം കൂടെ ചക്ക ബുക്ക അദ്ദേഹം അടിച്ച് മറിക്കുകയാണ്. നമ്മുടെ വിമാനങ്ങൾ നിങ്ങളെയൊക്കെ തള്ളിയിട്ട് മറിച്ചു. ഇതാ ഇപ്പൊ 7 അടിച്ചു. ഇന്ത്യ പരാജയപ്പെട്ടു, ചൈന വിജയിച്ചിരിക്കുന്നു. കാര്യം ചൈനയിൽ നിന്നാണല്ലോ ഈ പടക്കങ്ങളൊക്കെ അവർ വാങ്ങിച്ചത്. അപ്പൊ ചൈന പടക്കങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഇന്ത്യ തോറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തള്ളിയത്. അവസാനം എന്തായി? ഫാക്ട് ചെക്ക് നടത്തുന്ന നല്ല കുട്ടന്മാർ ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ ഇദ്ദേഹം ഇട്ട ചിത്രങ്ങളും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒന്നും സംഭവിച്ചിട്ടുള്ളതല്ല. ഇത് പല കാലഘട്ടത്തിൽ പല രാജ്യത്ത് നടന്ന യുദ്ധവിമാനങ്ങളൊക്കെ താഴോട്ട് ഭൂമിയിൽ വന്ന് കിടക്കുന്നതിന്റെ പടമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തള്ളി മറിച്ചതാ. അവസാനം എന്ത് പറ്റി? ചാനൽ തന്നെ പൂട്ടേണ്ടി വന്നു. എന്നിട്ട് ഇപ്പൊ ആളെവിടെയാണ്? എവിടെയോ ഇരുന്ന്, അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് ചാനൽ കൂടിയുണ്ട്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡിജിറ്റൽ ചാനൽ കൂടിയുണ്ട്, അതിനകത്ത് പറഞ്ഞു മറിക്കുകയാണ്. പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം പാകിസ്ഥാനിൽ പോയോന്നറിയില്ല, പാകിസ്ഥാന്റെ പൈസ കിട്ടിയോന്നറിയത്തില്ല, ചൈനയുടെ പൈസ കിട്ടിയോന്നറിയത്തില്ല. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ പല പാകിസ്ഥാന് വേണ്ടി പൈസ കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ പൈസ കൊടുത്തോന്നറിയത്തില്ല. അതോ സാമ്പത്തിക നാട്ടമാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അതോ കുറച്ച് റീച്ച് ഉണ്ടാവട്ടെ, രാത്രിയല്ലേ, എല്ലാവരും പോസിറ്റീവായി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനെ ഏത് തരത്തിൽ ആക്രമണം വന്നാൽ, യുദ്ധം വന്നാലൊക്കെ ഇന്ത്യക്ക് ആർക്കും പരിക്കേൽക്കരുത്, എല്ലാവരും രക്ഷപ്പെടണേ, ഇന്ത്യ രാജ്യം നമ്മളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് സുഖമായി കിടന്ന് ഉറങ്ങാൻ പോകുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം നടത്തുന്ന പോലെ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഓടി ബഹളം ഉണ്ടാക്കി, കൺഫ്യൂഷൻ ഉണ്ടാക്കി 10 റീച്ച് കിട്ടുമെന്നറിയാൻ വേണ്ടി ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു പരിപാടിയായി പോയി മാത്യു സാമുവലിന്റെ. എന്തെങ്കിലും കാര്യമുണ്ടോ? യാതൊരു കാരണവുമില്ലാതെ വന്നിരുന്ന് തള്ളിമറിച്ച് അവസാനം ആ ഡിജിറ്റൽ ചാനൽ തന്നെ പൂട്ടിപ്പോയി. ഇപ്പോൾ ആശാനെ കാണാനില്ല. ആശാൻ ഒളിവിലെന്ന് പറയുന്നു, ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ അദ്ദേഹം മുങ്ങി നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്തായാലും ചാനലിൽ വരുന്നുണ്ട്, ഇംഗ്ലീഷ് ചാനലിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. മിസ്റ്റർ സാമുവൽ അല്ലെങ്കിൽ സാമുവൽമാർ തിരിച്ചറിയേണ്ടത്, ഒരു രാജ്യത്ത് ഒരു സംഘർഷം നടക്കുമ്പോൾ, അവിടെ പരസ്പരം അടി നടക്കുമ്പോൾ, ഇനി യുദ്ധം തന്നെ നടന്നു എന്ന് വിചാരിക്കുക, യുദ്ധം തന്നെ നടന്നാലും അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി, പ്രേരണ കിട്ടാൻ വേണ്ടി ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടാവോ? അതെന്ത് ജേർണലിസമാണ്? അത് വല്ലാത്തൊരു സൂഡോ ജേർണലിസം അല്ലേ? ഭയങ്കരമായി അങ്ങനെ ഉള്ളി തൊലിക്കും പോലെ തൊലിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ ആളുകളോട്? ചില കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണ്ടേ? അങ്ങനെ കേട്ടാൽ തന്നെ അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ സാമൂലെ പോലുള്ളവർ പറയുന്നത്. അപ്പൊ അങ്ങനല്ല, 4 ചക്ര കഴിഞ്ഞ് പോരുന്നെങ്കിൽ പോരട്ടെ, 10 ആൾ കൂടുതൽ കാണുന്നെങ്കിൽ കാണട്ടെ, കുറച്ച് പേര് റീച്ച് അടിക്കുന്നെങ്കിൽ, കുറച്ച് പേര് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ, ലൈക്ക് വരട്ടെ, കമന്റ് വരട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും കാണാൻ കൊള്ളാമെന്ന് പറയുന്ന ചില മക്കളുണ്ട്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമല്ല, പക്ഷെ രസമുണ്ട്. സ്വന്തം അമ്മയ്ക്ക് വന്നാൽ രസം കാണൂല. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, സ്വന്തം അമ്മയ്ക്ക് വന്നാലും രസമുണ്ടെന്ന് ചിന്തിക്കുന്ന വേറെ ബാച്ചുകളും ഉണ്ട്. ആ ബാച്ചിൽ പെടുന്നതാണ് താങ്കളൊക്കെ. ഒരു പണിയും ഇതുപോലത്തതുമായിട്ട് ഇനി വരരുത്. താങ്കൾ ഈ പണി മതിയാക്കണം. താങ്കളൊക്കെ തെഹൽക്കയിലൊക്കെ ഇരുന്ന ആളല്ലേ, വലിയ ആളല്ലേ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വളരെ സാധാരണക്കാരും തുടക്കക്കാരൊക്കെയാണ്. താങ്കളൊക്കെ വലിയ ആളല്ലേ. അപ്പോൾ അങ്ങനെ താങ്കളെപ്പോലുള്ളവരെയൊക്കെ കണ്ടിട്ടല്ലേ മറ്റുള്ളവർ ചാനലൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഒരു കൊട്ടത്താപ്പ് പരിപാടിയായിപ്പോയി. എന്തൊരു ഊക്കായിരുന്നു. ഇന്ത്യയുടെ 7 മിഗ് വിമാനങ്ങളെ പാകിസ്ഥാൻ അടിച്ചിട്ടിരിക്കുന്നു. ചൈനീസ് വിമാനങ്ങൾ ഇതാ കയറി പോയിരിക്കുന്നു. ലോക വിപണി ഇനി ചൈന പിടിക്കും, യുദ്ധവിപണി എന്നൊക്കെ പറഞ്ഞ് മറിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അടക്കണ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് കണ്ടുപിടിച്ചു. അത് പറഞ്ഞ് ഫേക്ക് ചാനലാണെന്ന് പറഞ്ഞ് നിരോധിക്കുകയും ചെയ്തു. ഇപ്പോൾ താങ്കളുടെ പടം ഈ യൂട്യൂബിന്റെ സെഗ്മെന്റ് കയറി നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. പക്ഷെ അത് അടിച്ച് നോക്കുമ്പോൾ
എല്ലാത്തിലും പറയുന്നു കറണ്ടിലി അൺഅവൈലബിൾ, കറണ്ട് പോയി.